everyone, welcome to Meenu's Menu. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സീസൺ അടുത്തോണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരും മൈൻഡിലോട്ട് ഓടിയെത്തുന്ന കുറേ നല്ല നല്ല മെമ്മറീസ് ആയിരിക്കും. അതോടൊപ്പം തന്നെ എന്താ പറയുക, ക്രിസ്മസിന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഓർമ്മ വരുന്നത് നല്ല അടിപൊളി പ്ലം കേക്ക്സും അതുപോലെ വൈനും ഒക്കെയാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള പ്ലം കേക്കിൻ്റെ കേക്ക് മിക്സിംഗ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ കേക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമ്മളൊന്ന് മിക്സ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെക്കണം. അത് എത്രത്തോളം നേരത്തെ നമ്മളത് റെഡിയാക്കി വെക്കുന്നു അത് അത്രയും നല്ലതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് മിക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1 kg ഡ്രൈ ഫ്രൂട്ട് മിക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ സെയിം ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റ് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലോ അതോ അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയോ കുറച്ചോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഫ്രൂട്ട് മിക്സിങ്ങിന് എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് നോക്കാം. ഡ്രൈഡ് ആപ്രിക്കോട്ട്സ്, ഓറഞ്ച് ലെമൺ പീൽ, ഡേറ്റ്സ്, ഗ്ലേസ്ഡ് ചെറീസ്, സുൽത്താനാസ്, ഡ്രൈഡ് പ്രൂൺസ്, ബ്ലാക്ക് റേസിൻസ്, ക്രാൻബെറീസ് ആൻഡ് സുൽത്താന മിക്സ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറീസും അതുപോലെ ഡ്രൈഡ് ആപ്രിക്കോട്ടും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇത് മാത്രമേ ചോപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി ചോപ്ഡ് ആയിട്ടുള്ളതാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം ഇത് രണ്ടും ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ബൗളിലോട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 കപ്പ് ഓറഞ്ച് മെർമലേഡാണ്. ഓറഞ്ച് മെർമലേഡ് എന്ന് പറയുന്നത് ഓറഞ്ചിൻ്റെ പീലും അതിൻ്റെ ജ്യൂസും ഒക്കെ മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു പ്രിസർവാണ്. അതുപോലെ 1/2 കപ്പ് ബ്ലാക്ക് കറൻറ്റ് ജാമാണ്. ഇത് രണ്ടും നമുക്ക് ഷോപ്സിൽ വാങ്ങിക്കാൻ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. അടുത്തായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് ഓഫ് ഹണിയാണ്. അപ്പോൾ ഈ 3 സാധനങ്ങളും ഓപ്ഷണലാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഇതെല്ലാം ആഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആ ഫ്രൂട്ട് മിക്സിൻ്റെ അല്ലെ പ്ലം കേക്കിൻ്റെ കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ മിക്സ് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓറഞ്ച് മെർമലേഡും ബ്ലാക്ക് കറൻറ്റും ഹണിയും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളറെല്ലാം നന്നായിട്ടൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു നല്ലൊരു ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു റിച്ച് ടെക്സ്ചറായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ഫ്രൂട്ട് മിക്സിങ്ങിൻ്റെ ആ ഒരു കളറല്ലേ ടെക്സ്ചർ കിട്ടേണ്ടത്. അടുത്തതായിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് സ്പൈസസ് ആണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ജാതിക്ക, 2 കറുവാപ്പട്ട, അതുപോലെ 10-20 ഏലക്കയും ഗ്രാമ്പുവാണ്. ഇത് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ച് നല്ലൊരു പൗഡറാക്കി എടുക്കാം. അപ്പം നമ്മുടെ സ്പൈസസ് എല്ലാം ഞാൻ നന്നായിട്ട് പൊടിച്ച് നല്ല പൗഡറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട് മിക്സിലോട്ട് 2 ടേബിൾ സ്പൂണോളം ഈ സ്പൈസസിൻ്റെ പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 കപ്പ് റമ്മാണ്. റമ്മും കൂടെ നമുക്ക് ഈ മിക്സിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റമ്മിന് പകരം നിങ്ങൾക്ക് 1 കപ്പ് ബ്രാൻഡിയും യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒത്തിരി ആൽക്കഹോളിക് ആയിട്ടുള്ളത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡ് വൈൻ അല്ലെങ്കിൽ വൈറ്റ് വൈനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇത് സെയിം നമുക്ക് സിട്രിക് ആയിട്ടുള്ളൊരു ഫ്രൂട്ട് ജ്യൂസിൻ്റെ ഇതിലും ചെയ്യാവുന്നതാണ്. പക്ഷേ ഫ്രൂട്ട് ജ്യൂസിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒത്തിരി മാസങ്ങളോളം അത് പ്രിസർവ് ചെയ്യാൻ പറ്റത്തില്ല. അത് ജസ്റ്റ് ഒരു 1 ഡേ യൂസിനെ നമുക്ക് പറ്റത്തുള്ളൂ. പക്ഷേ ഇതൊരു ആൽക്കഹോളിക്കിൽ നമ്മൾ ചെയ്യുമ്പം നമ്മളിപ്പോൾ ഈ മിക്സ് ചെയ്യുന്ന ഈ ഫ്രൂട്ട് മിക്സ് നമുക്ക് വർഷങ്ങളോളം, ഏകദേശം 1 വർഷത്തോളം കേടുകൂടാതെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ വേണ്ടി സാധിക്കും.
അപ്പം നമ്മുടെ പ്ലം കേക്ക് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഇതുപോലത്തെ ഒരു ഗ്ലാസ് വെസലിലോട്ടാണ് ഇട്ട് സൂക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു ഗ്ലാസ് വെസൽ യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം മറ്റ് റിയാക്ഷനൊന്നും ഉണ്ടാവാതെ ഇരിക്കാൻ അതായിരിക്കും നല്ലത്. അതുപോലെ എല്ലാ ഓൾട്ടർനേറ്റ് ഡേയ്സിലും നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കുക. വൺസ് നമ്മളിത് ഈ വെസലിലാക്കി സ്റ്റോർ ചെയ്തതിന് ശേഷം ഇതെല്ലാം ഓൾട്ടർനേറ്റ് ഡേയ്സിലൊന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ നമ്മൾ ഇളക്കാൻ യൂസ് ചെയ്യുന്ന തവിയിലും ഒട്ടും വെള്ളമയം ഇല്ല എന്നുള്ളതും ഉറപ്പ് വരുത്തുക. കാരണം കുറച്ച് വെള്ളമയം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ മിക്സ് പെട്ടെന്ന് കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഈ ഡ്രൈ ഫ്രൂട്ട് മിക്സിങ് നമ്മൾ ക്രിസ്മസിന് ഏകദേശം അറ്റ്ലീസ്റ്റ് ഒരു 1 month മുന്നെങ്കിലും ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ ആ ഡ്രൈ ഫ്രൂട്ട്സിനെല്ലാം പ്രോപ്പറായിട്ട് സോക്കായി കിട്ടാനൊക്കെ സമയമെടുക്കും. അപ്പോൾ ഒരു 1 month മുന്നെങ്കിലും അത് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഇതിൽ നമ്മൾ നട്ട്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അത് നമ്മൾ കേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ഇതിലേക്ക് നട്ട്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇന്നത്തെ ഈ പ്ലം കേക്കിൻ്റെ ഫ്രൂട്ട് മിക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കുറച്ച് ലെങ്തി ആണെന്ന് അറിയാം. കാര്യം ഇതെല്ലാം കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ വേണ്ടിയാണ് ഒരു ലെങ്തി വീഡിയോ ഞാൻ ചെയ്തത്. അതുപോലെ ഇത് നമ്മുടെ പ്ലം കേക്ക് മേക്കിങ്ങിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ് ഈ ഫ്രൂട്ട് മിക്സിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് 2 പ്ലം കേക്ക് മേക്കിങ്ങിൻ്റെ ആ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും പാർട്ട് 1ഉം 2ഉം കണ്ടു നോക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സോ ഫീഡ്ബാക്സോ ഉണ്ടെങ്കിൽ അതെല്ലാം താഴെയുള്ള കമൻറ്റ്സിൽ എഴുതി എന്നെ അറിയിക്കാനും മറക്കില്ല. അപ്പം ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് നല്ല അടിപൊളി പ്ലം കേക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ to see more delicious recipes from Meenu's menu.